ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയിൽ സമരക്കാരുടെ അടുത്തേക്ക് മുഖംമൂടിയൊക്കെ ധരിച്ച് ജോണിന്റെ കാറിൽ വരുന്ന മിഥുനും നീന ടീച്ചറും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ പേടിപ്പിക്കുമ്പോൾ പീറ്ററും കൂട്ടരും ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് അവർ കനിയും വീണയും കൂടി മതിൽ ചാടിച്ചു കൊണ്ടുവന്ന ടീച്ചർ അമ്മയെ ടൂർ പോകുന്നവരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അവരെല്ലാവരും കൂടി യാത്ര തുടങ്ങുകയാണ്. വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഉറങ്ങി തുടങ്ങുമ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കണ്ട് ജോൺ ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഉറക്കം വരുന്നില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ 3 ദിവസം ആ വീടൊന്ന് തലേന്ന് താഴെ വെക്കുക, അപ്പോൾ ഉറക്കം താനേ വരുന്ന ജോൺ പറയാ. ഇത് കേട്ട് ടീച്ചറമ്മ ചിരിക്കുന്നുണ്ട്. പിന്നീട് വണ്ടിയൊക്കെ നിർത്തി ഉറങ്ങാതെ ഇരിക്കുന്നവരൊക്കെ ചെന്ന് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മ ഇല്ലാത്തതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് വെക്കാതെയും മുറ്റമടിക്കാതെയും ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ടീച്ചറമ്മയുടെ വീടാണ്. പാൽക്കാരൻ വന്ന് ബെല്ലടിക്കുമ്പോൾ കനി വീണയെ എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. വീണയെ കണ്ട പാൽക്കാരൻ ടീച്ചറെ വിടാൻ ഞാൻ കുറെ വിളിച്ചെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഒരിടം വരെ പോയതാ, സീക്രട്ടാ, പിന്നീട് പറയാന്ന് വീണ പറയാ. അപ്പോൾ നമ്മുടെ സത്യാഗ്രഹക്കാരെവിടെ പോയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അതല്പം നീണ്ടൊരു ഹൊറർ കഥയാ, 2 കഥയും കൂടി ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് വീണ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവാ. വീണ പാൽ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് പിന്നെയും കിടന്നുറങ്ങാ. റെസ്റ്റ് ചെയ്യാനായി പുറത്തിറങ്ങി വരുന്ന മഹേഷ് അമ്മേ എൻ്റെ പുഴുങ്ങിയ മുട്ടയും ഗ്രീൻ ടീയും മറക്കല്ലേന്ന് അടുക്കളയിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. പുറത്തിറങ്ങിയ മഹേഷ് ഗേറ്റിനടുത്ത് പോയി സമരക്കാരെ ചെന്ന് നോക്കുന്നുണ്ട്. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സമരപ്പന്തലൊക്കെ കണ്ട് മഹേഷ് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അമ്മയെ കാണാതെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തിറങ്ങി ന്യൂസ് പേപ്പർ എടുക്കുന്ന വിഷ്ണുവിനെ കണ്ട് മഹേഷ് അടുത്തേക്ക് ചെന്ന് സത്യാഗ്രഹികളെ കാണാനില്ലല്ലോ, സമരം നിർത്തിയോന്ന് ചോദിക്കുക. അകത്ത് അമ്മയും കാണുന്നില്ലെന്ന് കൊച്ചുങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് വിഷ്ണു സമരപ്പന്തലിനടുത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അമ്മ എവിടെയെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അകത്തുണ്ടാവും, അല്ലാതെ ഇവിടെ പോവാനാന്ന് വിഷ്ണു പറയുന്നുണ്ട്. വീണയും കനിയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ എണീറ്റില്ലെന്ന് മഹേഷ് പറയുന്നുണ്ട്. റൂമിൽ പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന വീണയുടെയും കനിയുടെ അടുത്തേക്ക് രാധ വന്ന് അമ്മ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അടുക്കളയിലെങ്ങാനും കാണുമെന്ന് വീണ പറയുമ്പോൾ ആ പാല് വാങ്ങി അടുക്കളയിൽ വെച്ച് നീയല്ലേ, അപ്പോൾ നീ അമ്മയെ കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് രാധ. നീ എൻ്റെ അടുത്ത് അടവെടുക്കുകയാണോ? നിന്റെ കൂടെ കിടന്നുറങ്ങിയ അമ്മ എവിടെയെന്നല്ലേ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞ് വീണയുടെ പുതപ്പ് വലിച്ച് മാറ്റുന്നുണ്ട് രാധ. അമ്മ എവിടെയെന്ന് തനിക്ക് അറിയില്ലെന്ന് വീണ പറയുമ്പോൾ നിങ്ങളെന്താ ഇന്ന് ഉറക്കമെണിക്കാൻ വൈകിയതെന്ന് രാധ ചോദിക്കുക. രാത്രിയിലെ അസൈൻമെന്റ് ഒക്കെ തീർന്ന് കിടന്നപ്പോഴേക്കും വൈകിയെന്ന് വീണ പറയുക. അമ്മയെ കാണാത്തതിൻ്റെ ടെൻഷനൊന്നും നിങ്ങളുടെ രണ്ടിൻ്റെയും മുഖത്തില്ലെന്ന് കനിയോട് രാധ പറയുമ്പോൾ ടെൻഷനില്ലെന്ന് മാത്രമല്ല നല്ല സന്തോഷവും ഉണ്ടെന്ന് കനി പറയുക. അപ്പോൾ നിങ്ങൾ രണ്ടാളും അറിഞ്ഞോണ്ടാണല്ലേ, എന്നിട്ടാണോ ഇത്ര നേരം പൊട്ടം കളിച്ചത്? എവിടെ പോയി അമ്മ എന്ന് കനിയോട് രാധ ചോദിക്കുമ്പോൾ ചെറിയമ്മ ടൂറ് പോയെന്ന് കനി പറയാ. അപ്പോൾ രാധ ദേഷ്യത്തോടെ വീണയോട് പറയുന്നുണ്ട്, അമ്മ എന്ത് വിചാരിച്ചാ പോയത്? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ നടക്കുക? അതും വീട്ടുമുറ്റത്ത് സമരപ്പന്തലൊക്കെ കെട്ടി ആൾക്കാർ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ സമരക്കാരൊക്കെ രാത്രി തന്നെ ഓടി രക്ഷപ്പെട്ടെന്ന് വീണ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ പോകുന്ന രാധ ടീച്ചറെ മൊബൈലിൽ വിളിക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വണ്ടിയിൽ എല്ലാവരും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുന്ന ടീച്ചറമ്മയും ജോണിനെയുമാണ്. അപ്പോഴാണ് ടീച്ചറുടെ മൊബൈലിലേക്ക് രാധയുടെ കോൾ വരുന്നത്. മേരിക്കുട്ടി ടീച്ചർ അതെടുത്ത് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറുടെ മൊബൈലിലേക്ക് രാധയുടെ കോൾ വരുന്നുണ്ട്. ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ കോൾ കട്ടായി, അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ? ഞങ്ങളോട് പറയാതെയല്ലേ അമ്മ പോയത്? അമ്മയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ എന്ന് രാധ പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് അടുക്കളയിൽ കയറി നോക്കേണ്ടതായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. ഓൺലൈൻ ബിസിനസിന്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ലെന്ന് രാധ പറയാം. അമ്മ എണീക്കുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയുമെന്ന് രാധ ചോദിക്കുന്നുണ്ട്. വീടെടുത്ത് അവളുടെ തലയിൽ വെക്കാനല്ലേ? ശരിയെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കോൾ കട്ട് ചെയ്യാം. അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുത്തോണ്ടിരിക്കുന്ന രാധയുടെ അടുത്തേക്ക് മഹേഷിനും വിഷ്ണുവും വരുന്നുണ്ട്. അമ്മ എവിടെ രാധേച്ചിന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അമ്മ ടൂറ് പോയി, എന്റെ ജോലിക്കിടയിൽ ഞാനിതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് രാധ അവിടെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. അമ്മ ടൂറിന് പോയെന്ന് ആരാ പറഞ്ഞെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ടൂറിന് പറഞ്ഞു വിട്ട 2 അത് അവിടെ ഇരിക്കുന്നു ചെന്ന് ചോദിക്കുന്ന രാധ പറയുമ്പോൾ മഹേഷും വിഷ്ണുവും കനിയുടെയും വീണയുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ടൂറിന് പോയോന്ന് വിഷ്ണു വീണയോട് ചോദിക്കുമ്പോൾ അമ്മ ടൂറിന് പോയി, രാധച്ചി പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ? അമ്മ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് വീണ പറയുമ്പോൾ എൻ്റെ കടയിൽ ഉണ്ണിയപ്പം ഇനി ആരുണ്ടാക്കുമെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന വീണ എൻ്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്, നീ വന്നേ നമുക്ക് പോവാന്ന് കനിയോട് പറയുമ്പോൾ അവർ 2 പേരും കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. അങ്ങോട്ട് വന്ന രാധയോട് തനിക്ക് 2 മുട്ട പുഴുങ്ങിത്തരുമെന്ന് മഹേഷ് ചോദിക്കുക. നിന്റെ കെട്ടിയോളോട് ഇതുവരെ എണീറ്റില്ലേ? അവളെ വിളിക്കുമെന്ന് പറയുമ്പോൾ മഹേഷ് രേണുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് മുഖത്ത് മാസ്കൊക്കെയായി അമ്മ പോയതറിയാതെ വരുന്ന രേണു
അവളോട് മഹേഷ് തനിക്ക് മുട്ട പുഴുങ്ങി തരണം, കടയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ അമ്മയോട് ഞാൻ പറയാലൊന്ന് പറഞ്ഞ് രേണു അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. മുഖത്തെ മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞിട്ട് അടുക്കളയിൽ കയറിയ മതി, ചോറിൻ്റെയും കറിയുടെയും കൂടെ നിന്റെ മാസ്കും കൂടി കഴിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് രാധ പറയുമ്പോൾ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് രേണു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് രാധ അമ്മ ടൂർ പോയ വിവരം അവളോട് പറയുന്നത്. അത് കേട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ രേണുവിനോട് തുള്ളതൊക്കെ പോയി കഴുകി കളഞ്ഞിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് രാധ. ഇത് കേട്ട രേണു മുഖം കഴുകാനായി പോകുന്നുണ്ട്. അതേണാൽ ആകെ പെട്ടു. പാത്രം കഴുകിയിട്ടും റെഡിയാവുന്നില്ല, സാധനങ്ങളൊന്നും നോക്കിയിട്ടും കാണുന്നില്ല. അങ്ങോട്ട് വരുന്ന രേണു, ചേച്ചി ഞാൻ റെഡി, ഓംലെറ്റും പപ്പടവും ഞാൻ ഉണ്ടാക്കാം, അവിയലും തോരനും ഒഴിച്ചുകൂട്ടാനും ഒക്കെ ചേച്ചി ഉണ്ടാക്കണമെന്ന് പറയാ. അത്ര കട്ടിയുള്ള പണിയൊന്നും നീ ചെയ്യണ്ടെന്ന് രാധ അവളെ കളിയാക്കുന്നുണ്ട്. അപ്പോ അവൾ ഞാൻ മഹേഷിന്റെ ഗ്രീൻ ടീ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു പോവാ. രാധയാണേൽ അമ്മയെ വിളിച്ച് കിട്ടാത്തതിന്റെ വിഷമത്തിലിരുന്ന് പച്ചക്കറി മുറിക്കാൻ തുടങ്ങുക. ഇടയ്ക്ക് ഫോൺ നോക്കി ഫോൺ എടുക്കാമെന്ന് രാധ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹോട്ടലിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്ന ടീച്ചറമ്മയുടെ മൊബൈലിലേക്ക് രാധയുടെ കോൾ വരുന്നതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചോ രാധ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അമ്മ ഓരോ സാധനങ്ങളും ഏത് പാതാളത്തിലാ കൊണ്ടുപോയി വെച്ചേക്കുന്നേ, കടുക് ഉപ്പും ഒക്കെ എവിടെയാന്ന് രാധ ചോദിക്കുക. ടീച്ചർ അതൊക്കെ എവിടെയായിരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ശരിക്കും സെൽഫിഷാ, അമ്മ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ടീച്ചറമ്മ കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ രാധ ഉപ്പുമാവിനുള്ള മാവ് എവിടെയെന്ന് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. രേണു തിരഞ്ഞ് ഒരു പാത്രത്തിൽ പാൽപ്പൊടി എന്ന് പറഞ്ഞ് അത് വാരി കഴിക്കുന്നുണ്ട്. ഇത് പാൽപ്പൊടിയല്ല റവയാണെന്ന് രാധ പറയുമ്പോൾ രേണു അതെല്ലാം കൂടി തുപ്പിക്കളയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹേഷും വിഷ്ണുവും കൂടി മുറ്റത്ത് നിന്ന് സമരക്കാർ സമരം നിർത്തിപ്പോയതിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇവന്മാർ സമരം നിർത്തിപ്പോവാൻ അമ്മയോട് 5 ലക്ഷം രൂപ ചോദിച്ചു. അവന്മാര് 2 തവണ പന്തല് കെട്ടിയതിൻ്റെയും സമരക്കാരുടെ ചെലവ് കാശും നേതാവിൻ്റെ കോർഡിനേഷൻ ചാർജും എല്ലാം കൂടി ആവും. ഇക്കാര്യം അമ്മ പറഞ്ഞില്ലല്ലോ. എന്നാൽ പിന്നെ അവന്മാര് സമരം നിർത്താൻ കാശ് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് ഒരു കേസ് കൂടി കൊടുക്കായിരുന്നു എന്ന് വിഷ്ണു പറയാ. ആൾക്കാരൻ തമ്പി വീണയോട് പറയുന്നത് കേട്ടതാണെന്ന് മഹേഷ് പറയുന്നുണ്ട്. നമ്മളറിയാതെ ഇതിനകത്ത് എന്തോ നടന്നിട്ടുണ്ട്. എന്നിട്ടമ്മ കാശ് കൊടുത്തോന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഇത്രയും കാശ് അമ്മ എവിടുന്ന് കൊടുക്കാനാന്ന് മഹേഷ് ചോദിക്കുക. ശല്യം തീരട്ടെ എന്ന് വിചാരിച്ച് അമ്മ എവിടുന്നെങ്കിലും ഒപ്പിച്ചു കൊടുത്തതാവോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഞാൻ അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് മഹേഷ് പറയും. മഹേഷിന്റെ കോൾ കൊണ്ട് ഫോൺ എടുക്കുന്ന ടീച്ചർ അമ്മയോട്, അമ്മ എന്ത് പണിയാ കാണിച്ചത്, ഇവിടെയുള്ള ആരോടും പറയാതാണോ ടൂർ പോകുന്നത്, ഇങ്ങനെ പറയാതെയൊക്കെ ഇറങ്ങിപ്പോയാ ഉണ്ണിയപ്പത്തിന്റെ മാവിന്റെ കാര്യമൊക്കെ ഞാൻ എന്താ ചെയ്യാ, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ, ഇവിടെ രേണു രാധേച്ചി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ അമ്മ മറ്റന്നാൾ എത്തുമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. അപ്പോൾ മഹേഷ് സമരക്കാർ അമ്മയോട് 5 ലക്ഷം രൂപ ചോദിച്ചോന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്നിട്ട് അമ്മ ആ കാശ് കൊടുത്തോന്ന് മഹേഷ് ചോദിക്കുക. എൻ്റെ ഇവിടുന്ന് അത്രയും കാശെന്ന് ടീച്ചറമ്മ ചോദിക്കുക. പിന്നെ ഈ സമരക്കാർ എങ്ങോട്ട് പോയെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. സമരക്കാർ എങ്ങോട്ടാ പോയതെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് വിഷ്ണു മഹേഷിനോട് പറയുന്നുണ്ട്. മഹേഷിന്റെ കുറ്റപ്പെടുത്തൽ കേട്ട് വിഷമിച്ചു നിൽക്കുന്ന ടീച്ചറമ്മയെ മേരിക്കുട്ടി ടീച്ചർ സമാധാനിപ്പിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.